ഓൺ നമുക്കറിയാം ഏറ്റവും അധികം ന്യൂമറിക്കൽസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കാം. ഫോർ എ റിയാക്ഷൻ H2O2 H2Oയും O2 ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഈ റിയാക്ഷൻ ഒരു കോംപ്ലെക്സ് റിയാക്ഷൻ ആണ്, 2 സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ നമ്മളെടുത്ത് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് റേറ്റ് ലോ എഴുതൂ എന്നാണ്. അപ്പോൾ റേറ്റ് ലോ എഴുതുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ എഴുതുക, അതിന് നമുക്ക് ഓർഡർ അറിയണം അല്ലേ. അപ്പോൾ നമുക്കറിയാം സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് എന്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റെപ്പ് അല്ലെ. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ മോളിക്കുലാരിറ്റി നോക്കണം. എന്താണ് ഇതിന്റെ മോളിക്കുലാരിറ്റി? ഒരു H2O2 ഒരു I-. അപ്പം 2 മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ മോളിക്കുലാരിറ്റി 2 ആണെങ്കിൽ നമുക്ക് പറയാം എന്താ, ഓർഡർ എന്ന് പറയുന്നതും 2 ആണ്. അപ്പോൾ റേറ്റ് ലോ എഴുതാലോ. റേറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്, K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I- എന്ന് പറഞ്ഞ് നമുക്ക് റേറ്റ് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൈറ്റ് ദ ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ഏതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ഓൾറെഡി മിസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള കംപ്ലീറ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് കണ്ടന്റും ആയിട്ട് മിസ് വരുന്നുണ്ട്. രാത്രി 7 മണിക്ക് എല്ലാവരും വരണം.